ഇത്? അമ്മേ വിശക്കുന്നെന്ന് പറഞ്ഞ കരൻ. നീ എന്താ 3-4 ദിവസം പട്ടിണിയായിരുന്നോ? അമ്മേ ഉച്ചയ്ക്ക് എന്നെ ക്ലാസ് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്നെ ചപ്പാത്തി മൊത്തം എടുത്ത് കഴിച്ച്. എന്തിനാണ് ഇത്ര വൃത്തിയായിട്ട് കാണിക്കണത്? അവളുടെ ഫുഡ് എടുത്ത് കഴിച്ചാൽ അവളെന്ത് കഴിക്കും? വിശക്കുമ്പോ പറയണ്ടേ അത്? ഇങ്ങനെയൊക്കെ കാണിക്കില്ല കേട്ടാ. അല്ലമ്മ ഈഴയായിട്ട് എനിക്ക് ഭയങ്കര വിശപ്പ്. എന്താ അമ്മ ഇങ്ങനെ? വല്ല അസുഖമാണോ? അയ്യോടാ മക്കളെ, മക്കൾക്ക് ഈ അസുഖം ജനിച്ചപ്പോഴേ ഉള്ളതാ, മാറത്തില്ല കേട്ടാ. അമ്മേ എനിക്കൊരു 3500 കേട്ടോ. എന്തിനാടി? ഡ്രസ് എടുക്കാൻ. അമ്മേ സ്കൂളിലെ യുവജനോത്സവം എത്തി. സ്കൂളിൽ നിന്ന് ജില്ലയ്ക്ക് മത്സരിക്കാൻ പോണത് ഞാനാ, മോഹിനിയാട്ടത്തിനും ഭരതനാട്യത്തിനും. സ്കൂളുകാരല്ലേ ഫിക്സ് ചെയ്തത്? സ്കൂളുകാരോട് തന്നെ ചോദിച്ചാൽ മതി കേട്ടാ. അയ്യോ അമ്മേ, ഞാനിപ്പോഴാ ഓർത്തത്. എന്ത്? എന്റെ സ്കൂളിൽ കോമ്പറ്റീഷൻ ഉണ്ട് 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക്. എന്തിന്റെ? മിമിക്രിയുടെ മോണാക്ടിന്റെ. നടക്കട്ടെ. അല്ല, അതിലെനിക്ക് 4-5 മിമിക്രി മോണാക്റ്റും പഠിപ്പിച്ചു തരൂ. ഞാൻ മിമിക്രി മോണോ ആക്ട്. എടാ നീ ഇവിടെ കാണിക്കുന്ന പോലെ അങ്ങ് ചെന്ന് കാണിച്ചാ മതി. താനെ ആയിക്കോളും മോണാക്റ്റും മിമിക്രിയും ഒക്കെ. ഇവളെന്റെ ചേച്ചി ഒന്നും ഞാൻ നോക്കത്തില്ല, ഇടിച്ച് പരിപ്പിടളൻ. എന്നിട്ട് ആ പരിപ്പ് ഇങ്ങനെ എടുത്ത് പുഴുങ്ങി തിന്നോളണം. അച്ഛൻ്റെ അടുത്ത് തന്നാ മതി, അച്ഛൻ പഠിപ്പിച്ചു തരും. അച്ഛൻ ഇതൊക്കെ ഭയങ്കര വശമല്ലേ. അടുത്ത കൃമി വരണുണ്ട്. ഇനി ഇതെന്താണോ പറയാൻ പോണത്? എന്തോ സ്കൂളിൽ പാട്ട് മത്സരമുണ്ട്, പാട്ട് പഠിപ്പിച്ചു തരുമോ? ഞാൻ ലതാ മങ്കേഷ്കർ ആണല്ലോ, പെട്ടെന്ന് പഠിപ്പിക്കാൻ പറ്റും എനിക്ക്. എടാ നീതേ, അവിടെ ഐസക് ന്യൂട്ടന്റെ തലയിൽ എങ്ങനെയാണ് തേങ്ങ വീണെന്ന് പറഞ്ഞ ഒരാൾ അന്വേഷിച്ച് കിടക്കുന്നുണ്ട്. അങ്ങോട്ട് ചെന്നാൽ മതി, എല്ലാം പഠിപ്പിച്ചു തരും. ചെല്ലേ മക്കൾ, അങ്ങോട്ട് ചെല്ലേ. അച്ഛൻ പേടിച്ചില്ലേ? പേടിച്ചൊന്നുമില്ല. മേലാൽ ഇതുപോലെ അച്ഛാന്ന് നില വിളിച്ചോണ്ട് വരരുത്. അച്ഛന്റെ മക്കളല്ലേ അച്ഛാ? എന്തേ? അച്ഛന്റെ മക്കളല്ലേ? ക്ഷമിച്ചിരിക്കുന്നു. പോ, പോയിരുന്ന് പടി പോ. ഞങ്ങൾ പഠിച്ചോളാം, പക്ഷെ ഞങ്ങൾക്ക് മിമിക്രിയും പാട്ടും ഒക്കെ പഠിപ്പിച്ചണം. എന്തോന്ന് കലാനിലയോ? പാട്ട് പഠിക്കണം പോലും. ഇവിടെ 100 വട്ടം പണി കിടക്കുകയാണ്. പോ അതോ പോയിരുന്ന് പടി. അച്ഛനാണത്ര അച്ഛൻ. പോടാ. എന്തോടാ? എന്തോ പറ്റി? അച്ഛൻ പാട്ട് പഠിപ്പിക്കാൻ പറഞ്ഞപ്പോ ഞാൻ അടിച്ചോടിച്ചു. അവിടുന്ന് അടിച്ചോടിച്ചാ? ഓട്ടെ കേട്ടാ. അമ്മ പറഞ്ഞത് ശരിയാ. എന്താടാ? അച്ഛൻ്റെ തലേ തേങ്ങ വീണത്. അച്ഛന്റെ തലേ മാത്രമല്ല തേങ്ങ വീണത്, ഇവിടെയുള്ള എല്ലാവരുടെ തലേ തേങ്ങ വീണെന്ന് എനിക്ക് തോന്നണത്. അങ്ങനെ ഇപ്പൊ ഇവിടെ ഉള്ളവരുടെയൊക്കെ പെരുമാറ്റം. നീ പേടിക്കണ്ടാ, നിന്റെ തലേ തേങ്ങ വീണ ഒന്നും പറ്റത്തില്ല. സ്പ്രിങ് അല്ലേ, തെറിച്ച് വയ്ക്കോളും തിരിച്ചു. നീ ചേട്ടാ കൂടുന്നുണ്ടേ. അല്ലേ ഇവിടുത്തെ ആൾക്കാർക്ക് അടിക്കാനല്ലേ അറിയൂ. അല്ലെങ്കിൽ ഈ കലാവാസന എന്നൊക്കെ പറയണത് ജന്മസിദ്ധമാ. അത് ഈ ആക്രി വരക്കി നടക്കുന്ന ആൾക്കാരെ കൊണ്ടൊന്നും പറ്റുന്ന കാര്യമൊന്നുമല്ല. ശരിയാ. അപ്പുറത്തെ വീട്ടിലാ നീനുവിന്റെ ഭർത്താവിനെ കണ്ട് പഠിക്കണം. പാട്ട്, ഡാൻസ്, വയലിൻ, മൃദംഗം, എന്തൊക്കെയാണ്. നമ്മൾ കോരിത്തരിച്ചു നിന്നു അതൊക്കെ കേട്ടാ. അങ്ങനത്തെ അച്ഛന്മാരുടെ മക്കളാ ജനിച്ചാ മതിയായിരുന്നു. ഇല്ലേ അമ്മ? അമ്മ ഒരു കാര്യം ചെയ്യാം. എന്തുവാണ്? നല്ല പണം കിട്ടുമെങ്കിൽ ഞങ്ങള് അപ്പുറത്തെ വീട്ടിലെ മാമനില്ലേ, ആ മാമനങ്ങ് വിറ്റേക്ക്. ഒച്ചു അല്ല, അമ്മയ്ക്കൊരു ഉപകാരവും ഞങ്ങൾക്കൊരു സന്തോഷവും. ഡേഡി നിർത്തടി. എന്തൊക്കെ അറിഞ്ഞാലും അച്ഛൻ തന്നെ. പിന്നെ വലിയ ഉപയോഗമൊന്നും ഇല്ലാന്നേ ഉള്ളൂ. എടാ നീ പേടിക്കുന്നു, നീ കുട്ടുമാമനെ വിളി പെട്ടെന്ന്. കുട്ടുമാമൻ കൊട്ടാരൻ കലാകാരനല്ലേ? കുട്ടുമാമൻ അല്ലാതെ അച്ഛൻ്റെ കൂട്ട് പൊട്ടനല്ല. അല്ലെ നീ സമയം കളയാതെ പെട്ടെന്ന് വിളി കുട്ടുമാമനെ. അതിനകത്ത് കാശൊന്നുമില്ല. അമ്മ സ്ഥിരം നമ്പർ അല്ലേ ഇത്? ഇതിനകത്ത് ബാലൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. തന്നെ. മാമ, ഞാനാ കേശു. അമ്മ വന്നിട്ട് വിളിക്കുക. ഞങ്ങളുടെ ഇവിടെ യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ടേ. ഞങ്ങളെല്ലാവരും ഓരോരോ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. മിമിക്രി, മോണാക്ട്, ഡാൻസ്, പാട്ട്, ഇങ്ങനെ 4-5 പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇവിടെ കലാവാസന ഇല്ലല്ലോ ഞങ്ങളുടെ അച്ഛന്. മാമന് കലാവാസന ഉണ്ടല്ലോ, അതുകൊണ്ട് മാമൻ ഒന്ന് പഠിപ്പിച്ചു തരുമോ മാമ? വരുമല്ലോ? ഉറപ്പ്? ഉറപ്പ്. ഓക്കെ. മാമൻ അച്ചോ. ജോലിക്കൊന്നും പോകാതെ രാവിലെ തന്നെ പത്രം വായിച്ചോണ്ടിരിക്കുകയാണ്. ആടാ അത്? ആരിത്?
ഏത്? അവിടെ വെളിയിലാരോ? ആര്? ആരാ എന്തോ? ആടാ പുറത്തുനിന്ന് വന്നപ്പോഴേ അതുവഴി ഇറങ്ങി ഓടണുണ്ട്. ഈ മതിലിന്റെ ഇവിടെ നിൽക്കണാണ്. നീ വന്നാ? എന്റെ കാലം വന്ന്. അളിയാ പോണ? എവിടെയെങ്കിലും പോണടേ. എന്താണ് കവറില്? ചേച്ചി. ഓ മക്കളെ, മാമൻ അവിടെ ഒരുപാട് ജോലിയുണ്ട് അറിയാല്ല. നിങ്ങൾ വിളിച്ചോണ്ടാണ് വന്നത്. ആ അപ്പൊ ആരൊക്കെ എന്തൊക്കെ പരിപാടികളാണ് അവതരിപ്പിക്കുന്നത്? ഞാൻ മിമിക്രി, മോണോക്റ്റും. ഞാൻ പാട്ട്. എനിക്ക് ഭരതനാട്യം കുച്ചിപ്പുടിയും. ഭരതപ്പൊടി കുറച്ച് കൂടിയ കേസാണ്. ഞാൻ ഡാൻസ് ക്ലാസ്സിലൊക്കെ പോകുന്നുണ്ട് മാമ. ആണോ? കൊള്ളാം. മോണോക്റ്റ് 1-2 ഐറ്റംസ് മാമൻ പറഞ്ഞുതരാം. മിമിക്രി നമുക്ക് വെറൈറ്റി ചെയ്യണം. അച്ഛനോടും കൂടെ പറ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരും. നിന്റെ അളിയനല്ലേ അരസികൻ, അവരുടെ വീട്ടുകാരെങ്ങനെയൊക്കെ തന്നെ. ഈ കല എന്നൊക്കെ പറയണത് പാരമ്പര്യമാണ്. നമ്മളെ വീട്ടില് അമ്മ പാട്ട് പാടൂലേ, അച്ഛൻ മൃദംഗം വായിക്കും. അളിയന്റെ വീട്ടിലാണെങ്കിൽ അച്ഛൻ ആടും, 2 അടിക്കുമ്പോ അമ്മ ഇറങ്ങി ഓടും. തറവാടികളാണ്, ഒരു കലാപ കുടുംബം. അതെ, ഞാൻ കറണ്ടിൽ കളിക്കണവനാണ്, സമ്മതിച്ച്. പക്ഷെ എൻ്റെ ഉള്ളിലുണ്ട് ഒരു കലാകാരൻ. നിങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഞാൻ സ്ക്രൂ ഡ്രൈവറും പ്ലെയറൊക്കെ എടുത്തത്. നീ എന്തോന്ന് പറഞ്ഞേ? ഞാൻ അരസികനാണെന്നല്ലേ? ഇത്രയും നാളായിട്ട് നിനക്കെന്നെ മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. മനസ്സിലാക്കി പിള്ളേർ 5ആയി. ബാലു അപ്പുറത്തേക്കല്ലേ, പിള്ളേരെ ഒന്ന് പഠിപ്പിക്കട്ടെ. ഓഹോ, അപ്പൊ എല്ലാരും ഒറ്റക്കെട്ടാണല്ലേ? ഞാൻ വെളിയില്, ഞാൻ ഒറ്റയ്ക്ക് നിന്നാ മതി. ഞാൻ മത്സരിക്കാൻ തയ്യാറായിക്കോ? മത്സരിക്കാൻ തയ്യാറായിക്കോടാ. നീയൊക്കെ മിമിക്രി ആക്രി എന്ത് വേണം ചെയ്. കുറച്ചുകളെ ക്ലാസിക്കും കൊണ്ട് നടന്നവനാണ് ഞാൻ. അളിയന്റെ ക്ലാസ്സിക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. ക്ലാസിക്കിന് പരിഹസിക്കണടാ. കഥകളി പിടിച്ചോ, കഥകളി വേണോ എനക്ക്? എന്നാ പിടി, വേണോ? പിടിത്താ, ഒരു അരക്കില്ലതാ. പിടി കൊടുക്ക് ബാലു. വിളിക്കുന്നു, ചേച്ചി വിളിക്കുന്നു. എന്നെയാ? വാടി വാ, ഇവിടെ വന്നില്ലേ? അവിടെ നില്ലേ. ഓ മുഖവ്യായാമം. നളൻ. ബാലു എന്നാണ് നമ്മൾ ഇത്ര നാൾ വിചാരിച്ചു. നീ വിചാരിക്കേ. നളൻ. ഏതില്ല നളൻ? ദമയന്തി. നളചരിതത്തിലെ നളൻ. തലവത്തി പറയാൻ പോണ. കുണ്ടീന നായ അല്ല, അത് മനസ്സിലായില്ല. കുണ്ടിന നായക. ശരി, കുണ്ടിനപുരത്തെ നായകൻ. ഓ ശരി. നീ അല്ല, മനസ്സിലായി. നളൻ കുന്തി ഒരു മാച്ചും ഇല്ല. കുന്തി അല്ല ചേച്ചി, കുണ്ടി. എനിക്ക് അവതരിപ്പിച്ചേ പറ്റൂ. സീരിയസ്. കുണ്ടീന നായക നന്ദിനിക്കൊത്തോരു പെണ്ണില്ല മണ്ണിലെന്നു കേട്ടു മുന്നമേ.
പെണ്ണീനോരാണിൽ ഒരു പ്രേമ താമരയ്ക്കുന്നു കന്ദർപ്പൻ വേണമല്ലോ കന്ദം സമർപ്പഗീതും തിത്തത്തത്ത ഹിന്ദത്താകൃത തിത്തൈ തിത്തൈ തതിവൃതത്തൈ. അളിയാ, വന്ന വഴി പോ. ബാലുവിന്റെ വഴി നീ വരാ ഒരു ജമ്മ നീ ജനിക്കണം. നീ ചെന്ന് ചേന ചാമ്പാവലം കള മരിച്ചിന് മുടി തോണ്ട്. അപ്പൊ അളി ഇപ്പൊ കാണിച്ചത് കഥകളി എന്നാണ് അളിയുടെ വിചാരം. എടേ, ഈ ഞാൻ വലിയ അറിവുള്ളവനൊന്നും അല്ല, വലിയ കഥകളിയല്ല. പക്ഷെ ഞാൻ നമ്മുടെ കോളേജിൽ ചെയ്ത ക്ലാസിക് നാടകത്തിലെ ഒരു ചെറിയ സീനാണ് ഞാൻ കാണിച്ചത്. അളിയാ, ഇത് കഥ കളി എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും കഥകളി അത് കളിക്കാരൻ തന്നെ കളിക്കണം. എങ്കി ഇറങ്ങ് കളി. ചേച്ചി പറഞ്ഞുവിട്. എടാ നീ കളത്തിലിറങ്ങി കാണിച്ചു കൊടുക്ക്. പോ മാമ. ഞങ്ങൾ മാറിയിരിക്കാം. വാ. ഒരു വ്യക്തിയുണ്ട്. എങ്ങനെയുണ്ട്? കഥകളി തന്നെ എത്തിയില്ല അങ്ങോട്ട്. അങ്ങോട്ട് എത്തൂല. അസൂയ അസൂയ. എനിക്കറിയാം ചേച്ചി. പിന്നെ ഇനി എന്താണ്? ഡേയ്, എനിക്ക് അസൂയൊന്നുമില്ല. നീ എന്തോ കാണിച്ചു, ഞാനും കാണിച്ചു. പക്ഷെ പിള്ളേർ അന്തം വിട്ടിരിക്കുകയാണ്. പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി ഒരു നാടകം ചെയ്യാം. ആര്? ഞാൻ. അളിയെ? ആ, നാടകം. നാടകം ഞാൻ കോളേജ് ചെയ്തതാണ് നാടകം. ഭാസൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഭാസൻ. ആ, ഭാസന്റെ പ്രതിമാ നാടകം. പ്രതിമ എന്ന് പറഞ്ഞ സംസ്കൃത നാടകം. പ്രതിമ. ആ, അതില് പട്ടാഭിഷേകം തുടങ്ങിയപ്പോ രാമന് സന്തോഷമായി. അതായത് കൂടുതൽ സമയം സീതയുടെ അടുത്ത് ചെലവഴിക്കാമല്ലോ. ഒരു കണക്ക് പറഞ്ഞ രാമൻ എന്നെ പോലെയാണ്. ഞാൻ എന്ത് ജോലിക്ക് പോകാത്ത? നിന്റെ ചേച്ചിയുടെ എനിക്ക് കൂടുതൽ സമയം ചെലവഴിക്കാം അല്ലേ? ആ, രാമൻ അവിടെ. അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നു. ശത്രുഘ്നൻ, ലക്ഷ്മണൻ, മന്ദര ഒക്കെ വരുന്നു. പട്ടാഭിഷേകം മുടക്കിയാരാണ്? മന്ദര. അതിങ്ങനെ ചെവിയിലെത്തുന്നു. രാമൻ സന്തോഷവനാകുന്നു. ഓക്കെ, ശ്രദ്ധിച്ചോ. സമം ബാഷ്പേണ പതത തസ്യോപരി മമാപ്യഥ പിതുർമേ ക്ലേദിതൗ പാദൗ മമാപി ക്ലേദിതം ശിര തതസ്തദാനി ശത്രുഘ്ന ലക്ഷ്മണ ഗൃഹീതഘടേ അഭിഷേകേ ഛത്രേ സ്വയം നൃപതിനാരുതതാ ഗൃഹീതേ സംഭ്രാന്തയാ കിമപി മന്ഥരയാ ച കർണേ രാജ്ഞ ശനൈരഭിഹിതം ച ന ചാസ്മി രാജാ ന ചാസ്മി രാജാ ന ചാസ്മി രാജാ. അതേ ഭയങ്കര ഫീൽ ചെയ്താണ് ചെയ്തല്ലേ? പോയടാ, അങ്ങ് പോയി. എവിടെ പോയി? അല്ല, അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് നോക്കണമല്ല. അപ്പൊ അളിയൻ ചെയ്തത് സംസ്കൃത നാടകം. സംസ്കൃത നാടകം. രാമൻ. ഇന്ന് രാവണനും ചെയ്തു നോക്കാം. എപ്പോഴും എതിരാണല്ലേ? ഏത്? ഞാൻ രാമൻ ചെയ്യുമ്പോൾ നീ രാവണൻ അല്ലേ? ഞാൻ കൃഷ്ണൻ ചെയ്യുമ്പോൾ നീ കംസായി.
നിന്റെ ജ്യേഷ്ഠൻ രക്ഷോ നായകൻ നേടുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ആ നേട്ടങ്ങൾ ഇതിഹാസങ്ങളാണ്. ലങ്കയുടെ പുഷ്പകം ചരിക്കുന്ന വീഥികളിൽ ഗോളങ്ങൾ ഒഴിഞ്ഞു മാറുമ്പോൾ കവികൾ ആ പൊലിമയെ കീർത്തിച്ചു പാടും. ഏതോ മുനിവാടത്തിൽ തള്ളപ്പെട്ട പാവം രാക്ഷസ കിടാത്തിയുടെ വയറ്റിൽ പിറന്ന കണ്ടാൽ അറപ്പുണ്ടാക്കുന്ന ഈ കറുത്ത കുട്ടി വിഷ്ണുവിനെ പോലും വിനയവനാക്കി. ആ കുട്ടിക്ക് കൈവിടാൻ കാട്ടുമുരിക്കിന്റെ മാല പോലും ഉണ്ടായിരുന്നില്ല. പൂക്കൾ പൊട്ടിച്ച് ഇളയവനായ നിന്റെ കഴുത്തിലാണ് അമ്മ എണീച്ചത്. കൃഷ്ണപ്പരുന്നിനെ കല്ലെറിഞ്ഞിട്ട് ഭക്ഷിച്ചും കാട്ടുപുഴയിലെ ചളിവെള്ളം കുടിച്ചും ആ കുട്ടി വളർന്നു. താലവൃന്ദം വീശാനും നുള്ളി കിളിയിടാനും അന്തപ്പുര നാരികൾ ഉണ്ടായിരുന്നില്ല. കൊല്ലുന്ന വിദ്യ ശീലിപ്പിക്കാൻ താടിക്കാരും ഉണ്ടായിരുന്നില്ല. ഇഷ്ടപത്നി മണ്ഡോദരിയെ പോലും മയാസുരന്റെ രഥവലയം ഭേദിച്ചാണ് നാം കൈയടക്കിയത്. മഹേശന്റെ ഗിരിശൃംഗങ്ങൾ കയ്യാലിളക്കി മറിച്ചാണ് നാം ചന്ദ്രഹാസം നേടിയത്. കൊന്നും വെന്നും ത്രിഭുവനങ്ങളുടെ നായകപ്പട്ടം നാം നേടി. അതിൽ നിനക്ക് അഭിമാനമില്ലെങ്കിൽ കൊള്ളാം കേട്ടോ. സഞ്ജന അച്ഛൻ മോക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇത് ഫേസ്, ഇത് ന്യൂട്രൽ. ഫേസ് നിന്റെ അച്ഛൻ, ന്യൂട്രൽ നിന്റെ മാമൻ. ഈ ന്യൂട്രലിന് വലിയ പവറൊന്നുമില്ല. ഇതാണ് മദർ ബോർഡ്, മക്കളെ അമ്മ. പിന്നെ ഈ കുനൂനാന്ന് കാണില്ലേ, ഇതൊക്കെ മോളെ ചേച്ചിയും ചേട്ടനൊക്കെയാണ്. കണ്ട കേശു ഇതാണ് അവിടെ. അളിയാ നന്നായിട്ട് പഠിക്കണ കൊച്ച്, എന്തിനളിയാ വഴിതെറ്റിക്കണത്? എന്നെ ഇവിടെ ആരെയും വിളിച്ചാ? എനിക്ക് വീട്ടിലെ ഏത് മുറിയിൽ വേണം കയറാം. എൻ്റെ ചേച്ചിയല്ലേ വാടക കൊടുക്കണേ. കേട്ടാ, ഇത് മാമൻ, ഈ കറുത്തിരിക്കുന്ന മാമൻ. പിന്നെ അളിയാ ഈ അധ്വാനിക്കുന്നവരെ നിറം എപ്പോഴും കറുപ്പാണ്. ഫുള്ളി വെയിലും കൊള്ളാതെ മഴയും കൊള്ളാതെ ഇതിൻ്റെ അകത്ത് തന്നെ ഇരിക്കുമ്പോഴേ എല്ലാവരും അങ്ങ് വെളുക്കും. കേട്ടാ, നീ അത് വിടണേ, ഞാൻ അറിയാതെ പറഞ്ഞു പോയത്. അല്ല കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ നീ വെളുപ്പ് തന്നെ. കൈമുറി ഒന്നും എന്താ നല്ല ചൂടുള്ള ചായയും ഏത്തമ്പഴവും വെച്ചിട്ടമ്മ ചോദിപ്പൂ, എവിടെ നിന്റെ അച്ഛൻ, എവിടെ നിന്റെ മാമൻ, കൊണ്ടുപോയി പൈതലേ വരൂ. ചായ കുടിക്കണമെങ്കിൽ ബാ. മോൻ നന്നായിട്ട് പെർഫോം ചെയ്യണല്ലേ, അച്ഛനെക്കാളും നന്നായിട്ട് കളിച്ചു. അവൻ എന്റെ മോനോടാ. അളിയാ എനിക്കൊരു ഐഡിയ തന്നു. നമുക്ക് ഈ വേസ്റ്റ് എല്ലാം തൂത്തുവാരി വെളിയിൽ കളഞ്ഞ് ചാണകവെള്ളം തെളിക്കാം. ഫുൾ അശുദ്ധി അങ്ങ് പോകും. എന്നിട്ട് നമുക്കിവിടെ കഥകളി ക്ലാസ് തുടങ്ങാം. വെളിയിൽ വലിയ ബോർഡും വെക്കാം, കഥകളി നിലയം ഗുരു കലാമണ്ഡലം ബാലു ആശാൻ. വേണമെങ്കിൽ അളിയന്റെ വലിയൊരു ഫ്ലക്സും വെക്കാം, കണ്ണെഴുതി വലിയ പൊട്ടൊക്കെ തൊട്ടിട്ട് ഇതാ ഇങ്ങനെ. ഒന്നാമത് അളിയനെ കാണാൻ ഒരു കഥകളി ലുക്കാണ്. മീശക്കെല്ലാം തൊട്ട് ഡിറ്റോ. എവിടെ കറുത്തതെവിടെ? കറുത്ത താണ്ടിരിക്കുന്നു. അല്ല വെളുത്തൊന്നും കാണാനില്ലല്ലോ. വെളുത്ത കാണിച്ചാടാ എനക്ക്. എവിടെ വേണ്ട വെളുത്തത്? പിള്ളേരിക്കണ ഞാൻ വല്ല വിളിച്ചു പറയും. പോടാ. അച്ഛാ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ബാ മാമ കൊണ്ടത് പഴമുണ്ട് തിന്നാൻ ബാ.
ആ വാ പോവാം, വരണമെങ്കിൽ വരട്ടെ. ബാലു ബാലു ഒന്നും വിളിക്കല്ലേ, കലാമണ്ഡലം ബാലു ആശാൻ. ബാലു ആശാനാ. എന്ന് വന്നാലും പിള്ളേരെ കൊണ്ട് എന്നെ 10 പറയിപ്പിച്ചിട്ട് എവ അടങ്ങോളൂ. ചേച്ചി പഴം എല്ലാവർക്കും കൊടുത്താ? കൊടുത്തടാ. നല്ല നാടൻ പഴമാണ്, ഇവിടുത്തെ വിഷമല്ല. ആ നല്ല നാടൻ വിഷം. എന്നെ ആക്കിയതാണ് അളിയ. എങ്ങനെയുണ്ട്? അതപ്പോഴാണോ വലിയ ഗുണമില്ല, വല്ലാത്ത പുളിപ്പ്. വിഴുങ്ങിയിട്ട് കുറ്റം പറ, ഇല്ലെങ്കിൽ തൊണ്ടയെ കുരുങ്ങും. എന്ത് പറഞ്ഞാൽ കിണിച്ചോണോ കൂടെ വന്ന്? അളിയ മനസ്സിൽ നന്മയുള്ളവർക്ക് വെളുക്കെ ചിരിക്കാൻ പറ്റും അളിയ. ആ നീ ചിരിച്ചോണ്ട് കുഴിയും കുത്തിക്കൊണ്ട് നടാ. എടാ നിനക്ക് പ്രായം എത്രയായി? പോയി പെണ്ണ് കേട്ടടാ. നേട്ടിയവരൊക്കെ ഇവിടെ ബന്ധം വേർപെടുത്തി. എന്ത് പറഞ്ഞാലും തർക്കുത്തരം. പിന്നെ ഈ ജമ്മത്ത് എനിക്ക് പെണ്ണ് കിട്ടൂല. നിങ്ങൾക്കൊരു പെണ്ണ് നോക്കി കൊടുത്തൂടെ? ആ, 2-3 പോയല്ല, ഒറ്റ പെണ്ണുങ്ങൾക്ക് എവനും ഇഷ്ടപ്പെടുന്നില്ല. അത് ഇഷ്ടപ്പെടാനിട്ടൊന്നുമില്ല. നാളും നക്ഷത്രവും പൊരുത്തമൊക്കെ നോക്കുമ്പോ ഒന്നും ചേരൂല. ആ ചേരാത്ത ആ പിള്ളേരെ ഭാഗ്യം. ചേർന്നവരൊക്കെ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണം തന്നെ ചേച്ചിയല്ലേ. ചേച്ചിക്കെന്ത് കുഴപ്പം? ചേച്ചിക്ക് കുഴപ്പമേ ഉള്ളൂ, അല്ലെ ചേച്ചി പറയട്ടെ. ഡാ അവള് കളിക്ക് വല്ലതും പറയുമെങ്കിലും എന്നെ ഇവിടെ ജീവിക്കുന്നതിൽ അവൾക്ക് സന്തോഷമേ ഉള്ളൂ. നീ ചോദിച്ചു നോക്കൂ. ചേച്ചി അങ്ങനെയല്ലേ പറയൂ, പക്ഷെ പുറത്തുള്ള ആളുകൾ അങ്ങനെയൊന്നുമല്ല പറയണേ. ചേച്ചിയുടെ ജീവിതം തകർന്നെന്നാണ്. ആര് തകർത്തെന്ന്? അളിയെ അധ്വാനിക്കുകയല്ല, ജോലിക്കും കുലിക്കും പോവേയില്ല. ചേച്ചിയുടെ ജീവിതം തൊലഞ്ഞ്. നിങ്ങൾ ഇതിന് സീരിയസ് ആവണെന്നേ? നിങ്ങൾ വിചാരിച്ച അവന്റെ കല്യാണം നടക്കും? നിങ്ങൾ അനിയത്തി സുസ്മിതയുടെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. ആരെ? സുസ്മിതയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. എന്റെ അനിയത്തെ അവന് കെട്ടിച്ചു കൊടുക്കാനാ? ഇവിടെ ഡോക്ടറും എഞ്ചിനീയർമാർ വന്ന് ക്യൂ നിൽക്കണ്. അവൾക്ക് ഒറ്റ എണ്ണത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഇടയ്ക്ക് ഒരു കൃഷി ഓഫീസർ വന്നു. അവള് പറയണ് എനിക്ക് ചാണകമായിട്ട് ബന്ധമുള്ള ഒരുത്തനെ വേണ്ടാന്ന്. പിന്നെയാണ് അവനെ. അളിയ ഈ ലോകത്തുണ്ടാക്കുന്ന എല്ലാ പച്ചക്കറികളും ഏതെങ്കിലും ജീവിയുടെ ചാണകമൊക്കെ ഉപയോഗിച്ചുള്ള വളമാണ് ഉപയോഗിക്കുന്നത്. അതാണ് അളിയന്റെ പെങ്ങളും കഴിക്കണത് കേട്ടാ. എന്ത് പറഞ്ഞാലും യവനെ പോലെ ഒരുത്തന് എന്റെ അനിയത്തെ കൊടുക്കൂല. അതിലും ഭേദം അവളെ വല്ല പാലത്തിന്റെ മോളിൽ നിന്ന് താഴെ തള്ളിയിട്ട് കൊല്ലണേണ്. അയ്യോ, ആർക്ക് വേണം നിങ്ങളുടെ പെങ്ങളെ? ഒരു ചുഷ്മിത. എന്റെ അനിയത്തിയെ പറ്റി പറയാൻ നീ ആരടാ? ഇറങ്ങടാ വെളിയില്. ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനിയത്തെ ഇവിടെ കൊണ്ടുപോവാ. കുടുംബം തൊലക്കാതെ ഇറങ്ങി പോടാ. ഞാൻ ശ്രീകുട്ടൻ, പടവലം വീട്ടിൽ ശ്രീകുട്ടൻ, ഞാൻ ശപഥം ചെയ്യാണ്, നിങ്ങളുടെ അനിയത്തിയെ ഇവിടെ കൊണ്ടുവന്നാലും ഇല്ലെങ്കിലും അവളെ എവിടെ വെച്ച് കണ്ടാലും അവിടെ വെച്ച് ഞാൻ പ്രേമിക്കുകയും ചെയ്യും, 3-ാം ദിവസം കിട്ടുകയും ചെയ്യും. ഇത് സത്യം, സത്യം, സത്യം. ധൈര്യം ഉണ്ടെങ്കിൽ തടുക്ക്.